ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചക്കീസ് വ്ലോഗ്. എല്ലാവർക്കും എങ്ങനെയുണ്ട്? സുഖം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മുടെ എല്ലാവിടെയും ഇപ്പോൾ ഉത്സവങ്ങളും പൂരങ്ങളും വേലകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. നമ്മുടെ നാട്ടിലെ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തിലത്തെ ഉത്സവമാണെന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതേപോലെ നമ്മുടെ കോളേജിലെ NSS യൂണിറ്റിലെ ഫസ്റ്റ് ഇയേഴ്സിനുള്ള ഓറിയൻറ്റേഷൻ ക്യാമ്പാണെന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണെന്ന്. അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് ടീച്ചേഴ്സ് എല്ലാവരും കൂടെയൊക്കെ വന്നിട്ട് അവർക്ക് വേണ്ട ഫുഡൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പം നമ്മൾ തന്നെയാണ് ഇന്ന് ഫുൾ കുക്കിംഗ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കൊടുത്തതും ഉച്ചക്കത്തെ ലഞ്ചും നമ്മളെല്ലാവരും കൂടെ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും അങ്ങനെ ഇന്നാളെന്നൊന്നും മാറി നിൽക്കുന്നൊന്നുമില്ല, എല്ലാവരും ഇതാക്കിയിട്ടുണ്ട്. ഇത് നമ്മളെ വൈസ് പ്രിൻസിപ്പളാണ്. അങ്ങനെ എല്ലാവരും ഇരുന്ന് നമ്മൾ പരിപാടികളൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ക്യാമ്പിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടായിരുന്നെങ്കിലും എക്യുപ്മെൻറ്റ്സ് കുറവായിരുന്നു കേട്ടോ. അത് നമുക്ക് ചെറിയൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ പ്രവീണ മിസ് അത് നല്ല ഈസി ആയിട്ട് കൈകാര്യം ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പറ്റിയിരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ചിക്കൻ കറി ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഹെലൻ്റെ വക നമുക്ക് കുറച്ച് കളികളും പ്രഹസനങ്ങളൊക്കെ കാണുന്നുണ്ട്. വളരെ അധ്വാനിച്ച് പണിയെടുക്കുന്നുണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ പ്രവീണ മിസ്സിൻ്റെ മോളാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുകയൊക്കെ ചെയ്തു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് 4 മണിയോടുകൂടി ക്യാമ്പ് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ഉത്സവം ഉണ്ടെന്ന്, അപ്പോൾ ഉത്സവത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കോളേജിൻ്റെ അവിടെ നിന്ന് ബസ് കയറിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാ ടീച്ചേഴ്സും, നമ്മൾ അന്ന് ഉണ്ടായിരുന്ന എല്ലാ ടീച്ചേഴ്സും കൂടെ നമ്മളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും കയറുന്നില്ല, പുറത്ത് കുറച്ചിങ്ങനെ എക്സിബിഷൻ ഗ്രൗണ്ട് പോലെ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ബത്തേരി ഉള്ളവരെ സംബന്ധിച്ച് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം. ഇവിടുത്തെ താലപ്പൊലി മഹോത്സവമൊക്കെ ഭയങ്കര ഫേമസ് ആണ്. രാത്രി ഉള്ള ആ ഒരു ഭംഗി, ഭയങ്കര ഭംഗിയായി ടൗൺ നിറച്ചും തലം എടുത്തിട്ട് ഉണ്ടാവും ആൾക്കാർ. അപ്പം അത് പ്രമാണിച്ചിട്ട് നമ്മളിവിടെയുള്ള കടകളും എല്ലാ സംഭവങ്ങളും നല്ല ഭംഗിയിൽ അലങ്കരിക്കും. മൊത്തം ലൈറ്റൊക്കെ ഇട്ട് പൂവൊക്കെ തൂക്കിയിട്ടായിരിക്കും മൊത്തം ഉണ്ടാവുക. ഇതാണ് ഗണപതി അമ്പലം. അപ്പോൾ ഈ ഗണപതി അമ്പലത്തിൽ നിന്നും അതേപോലെ ഇവിടെ അടുത്തടുത്തുള്ള കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളിൽ നിന്നൊക്കെ താലം വന്നിട്ട് നമ്മൾ ആ അമ്പലത്തിൽ വന്ന് അങ്ങനെ ചേരുന്നതൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി. ശരിക്കും രാത്രി കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ പകലായതുകൊണ്ടും വെയിലായതുകൊണ്ടൊക്കെ കുറേ ഒക്കെ അങ്ങനെ ഒരു ഒഴിഞ്ഞ് നിൽക്കുകയാണ്. എങ്കിലും ഇതാ എല്ലാവരും അവരുടെ അങ്ങനെ ചെറിയ ചെറിയ സ്റ്റാളൊക്കെ തുടങ്ങൂലേ റോഡ് സൈഡിൽ, അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴിനീളെ സ്റ്റാളുകൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെ വെച്ച് വെക്കുന്നതാണെങ്കിലും റോഡ് സൈഡിലൊക്കെ വെച്ച് വെക്കില്ലേ, അങ്ങനെ വിഗ്രഹങ്ങൾ, കൃഷ്ണൻ്റെയൊക്കെ വിഗ്രഹങ്ങൾ, അതേപോലെ ചട്ടി, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ആയിട്ട് എല്ലാം കൊണ്ടും നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും.
പിന്നെ നമ്മൾ ഇറങ്ങി അങ്ങോട്ട് നടക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി അങ്ങനെ ഫ്രഷായിട്ടൊന്നും വരാത്തത് കൊണ്ട് നമ്മൾ അമ്പലത്തിലൊന്നും കയറുന്നില്ല. അത് നമ്മൾ നല്ല ഫ്രഷായി വന്നിട്ട് പിന്നെ ഒരു ദിവസം കയറും. പിന്നെ നമ്മൾ അവിടെ ഒരു എക്സിബിഷൻ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങുക, ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങൊക്കെ ചെയ്യാമെന്നുള്ളതിലാണ് വന്നത്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളെല്ലാവരും പോലെ തന്നെ കുറേ നോക്കും, കുറേ ഇട്ട് നോക്കും, കുറേ വെച്ച് നോക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ചിലതൊക്കെ എടുക്കും, ചിലതൊക്കെ എടുക്കില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ കാട്ടുന്ന പോലെ തന്നെ നമ്മളും കുറേ നോക്കി അതിലൊക്കെ നടന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ട് നമ്മൾ പോന്നു. മക്കൾക്ക് നമ്മൾ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. പേന അങ്ങനത്തെയൊക്കെ നല്ല വെറൈറ്റി പെൻസിൽ ഐറ്റംസൊക്കെ, റൈസറും ഷാർപ്പനറൊക്കെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറേ മേടിച്ചു. പിന്നെ കമ്മൽ, വള, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. എല്ലാം നല്ല വെറൈറ്റി അടിപൊളി സാധനങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് നോക്കി മേടിച്ചു. അങ്ങോട്ട് എന്നിട്ട് ഞാൻ നടന്നു പോയി എന്നെ തിരിച്ചു വിളിച്ച് പോലീസ് ഓടണ്ട, എങ്ങനെ ഓടുന്നേ, ഓടാൻ പാടില്ല. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ NSS യൂണിറ്റ് നമ്മളിന്ന് പോയില്ലേ, NSS യൂണിറ്റ് ചെയ്തൊരു വാൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ടൗണിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പിക്കാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷേ നോമ്പായതുകൊണ്ടും അങ്ങനത്തെ ജ്യൂസ് ഷോപ്പുകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ തുറന്നിട്ടുള്ളൊരു ജ്യൂസ് ഷോപ്പിലേക്ക് ഓട്ടോയൊക്കെ പിടിച്ച് പോയി. അവിടെ ഞങ്ങൾ വെള്ളമൊക്കെ കഴിച്ചു. ജ്യൂസായിരുന്നു മേടിച്ചത്. അങ്ങനെ കുറച്ച് മേടിച്ച് ആദ്യത്തെ കുറച്ച് ഡെക്കറേഷൻ പണികൾ കുറവായതുകൊണ്ട് നമ്മളൊന്ന് തിരിച്ചു കൊടുത്ത് വീണ്ടും മേടിച്ചു. നിങ്ങൾക്കറിയായിരിക്കും, ഇവിടെ റെസ്റ്റോ കഫേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മത്തായിസിൻ്റെ ഒരു പുതിയ ഔട്ട്ലെറ്റ് ആയിരുന്നു അത്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കഴിച്ചു, തിരിച്ചു പോകുന്നു. വീട്ടിലേക്കും എന്തൊക്കെയോ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വ്ളോഗാണ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.